പാചകരസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചോക്ലേറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ ചോക്ലേറ്റ് ഉണ്ടാക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ചോക്ലേറ്റ് ഇഷ്ടമുള്ള സാധനമാണ്. നമുക്കപ്പോൾ അതിപ്പോൾ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടത് 4 ടീസ്പൂൺ പാൽപ്പൊടിയാണ് ആദ്യം വേണ്ടത്. പിന്നെ 6 ടീസ്പൂൺ കൊക്കോ പൊടി, പിന്നെ ഒരു അര കപ്പിന് അടുത്തുണ്ട് പഞ്ചസാര പൊടിച്ച് വേണം ചേർക്കാൻ. പിന്നെ ഒരു 6 സ്പൂണോളം വെളിച്ചെണ്ണ, ടേബിൾ സ്പൂണിന് വെളിച്ചെണ്ണ ഒരു 6 സ്പൂൺ, ഇല്ല അതിൽ നെയ്യാണേലും ചേർക്കാം. അത് എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. അപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കണം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഒരു അരിപ്പയെ കൂടെ അരിച്ചൊന്ന് എടുക്കാം. എത്രയും സ്മൂത്ത് ആകണം നമ്മുടെ ചോക്ലേറ്റ്, അതിന് വേണ്ടിയാണ് ഒന്ന് അരിച്ചെടുക്കുന്നത്. ഈ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് അരിച്ചെടുത്തപ്പോൾ ഇത്രയും തരിയൊക്കെ ഉണ്ട് അതിൽ. അപ്പോൾ ഇത് മാറണം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി അടുപ്പ് കത്തിച്ച് ഒരു ചെരുവത്തിൽ വെള്ളം അടുപ്പേ വെക്കാം. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കുക. അത് ചൂടാകട്ടെ. ചൂടാകുമ്പോൾ തീ കുറച്ച് വയ്ക്കുക. അതിലേക്ക് 6 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ പൊടി കുറേശ്ശെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തു. വെച്ചിരിക്കുന്ന വെള്ളം ചൂടാകുന്നേ ഉള്ളൂ. അത് ചൂടാകട്ടെ. അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. സ്റ്റീമർ പോലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അടിയിലെ പാത്രത്തിലെ വെള്ളത്തിൻ്റെ ചൂട് കൊണ്ട് വേണം ഇതൊന്ന് ഡ്രൈ ആയി വരാൻ. പഞ്ചാര ഇട്ടുകൊണ്ട് ഇച്ചിരി ലൂസാകും. അത് കഴിയുമ്പോൾ അതിൽ സ്വല്പം കൂടെ കുറുകാൻ തുടങ്ങും. ഇപ്പം ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ആറണം. ഇത് ഇറക്കി വയ്ക്കാം. എന്നിട്ട് ഇതൊന്ന് ആറട്ടെ. ആറിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒന്ന് പാത്രത്തിൽ സെറ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജിനകത്ത് ഐസ് ഉണ്ടാക്കുന്ന പാത്രത്തിൽ വെച്ചാലും മതി. ഒന്ന് ആറട്ടെ, ഇറക്കി വയ്ക്കാം. അത് നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു ശകലം വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മതി. അത് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. ഉണ്ടെങ്കിൽ ഒഴിക്കുക, ഇല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കാം. വാനില എസൻസ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത വഴുതി ഒഴിക്കരുത്. അല്ലാതെ തണുപ്പൊക്കെ മാറ്റിയിട്ട് വേണം ഇതിലൊഴിക്കാൻ.
ഐസ് ട്രേ ആണ്. ഇതിലേക്ക് നമുക്ക് ഇത് കോരി ഒഴിക്കാം. ഇതിൻ്റെ വങ്കയിലൊക്കെ പറ്റിയിരിപ്പുണ്ടെങ്കിൽ അതൊക്കെ തൂത്ത് കളയണം. അല്ലെങ്കിൽ അത് അടന്ന് പോരാനായിട്ട് പാടാവും, പിടിച്ചിരിക്കും അതിലൊക്കെ. എൻ്റെ ഈ സൈഡിലൊക്കെ പറ്റിയിരിപ്പുണ്ടെങ്കിൽ തൂത്ത് കളയാം. അധികം പറ്റിയിട്ടില്ല, ഉള്ളത് തുണി വെച്ച് തൂത്ത് കളയുക. ഇനി ഇതൊന്ന് തട്ടി ടാപ്പ് ചെയ്യുക. ഇത് ഫ്രീസറിലാണ് വെക്കേണ്ടത്. ഫ്രീസറിലാണെങ്കിൽ 2 മണിക്കൂർ ഇരുന്ന് കഴിയുമ്പോൾ സെറ്റാവും. അല്ലാതെ താഴെയാണ് വെക്കുന്നതെങ്കിൽ അതിൽ കൂടുതൽ സമയം വെക്കേണ്ടി വരും. അപ്പോൾ താഴെയാണ് വെക്കുന്നതെങ്കിൽ അത് ഉറച്ചോന്നൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാൻ, കൂടുതൽ നേരം ഇരിക്കണം. ഇത് ഫ്രീസറിലാണെങ്കിൽ 2 മണിക്കൂർ മതി. ഇപ്പോൾ ഫ്രീസറിലാണ് വെക്കാൻ പോണത്. 2 മണിക്കൂർ കഴിയുമ്പോൾ എടുക്കാം. ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മളിപ്പോൾ എടുത്തിരിക്കുകയാണ്. എല്ലാം വിട്ടു പോന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. ഇനി ചിലർക്ക് വെളിച്ചെണ്ണയുടെ ചുവ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ബട്ടർ ചേർക്കാം. ബട്ടർ ചേർത്താണേലും ഉണ്ടാക്കാം. ചോക്ലേറ്റ് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്